ആസ്ക് ഫോർ എ റേസ്. നമ്മളൊരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരുടെയും ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ശമ്പളത്തിൽ നിന്നും അധിക ശമ്പളം കിട്ടണമെന്നുള്ളത്, ഒരു സാലറി റേസ് അല്ലെങ്കിൽ സാലറി ഹൈക്ക് വേണമെന്നുള്ളത്. പക്ഷെ അത് ചോദിക്കുക എന്ന് പറയുന്നത് നമുക്ക് മിക്ക ആളുകൾക്കും പേടിയുള്ള ഒരു കാര്യമാണ്. കാരണം എന്ത് വെച്ചിട്ട് ഞാൻ ചോദിക്കും, എന്നെ റിജക്റ്റ് ചെയ്താലോ എന്നൊക്കെയുള്ള ഒരു പേടിയാണ് മിക്ക ആളുകളുടെയും മനസ്സിലുള്ളത്. അപ്പോൾ അത് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 3 ടിപ്സാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ചൂസ് ദ റൈറ്റ് ടൈം. നമ്മളിപ്പം കമ്പനിയിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രൊജക്റ്റിൽ എന്തെങ്കിലും ഒരു നേട്ടം നേടിയിരിക്കുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ച് ചോദിക്കാൻ പറ്റുന്നത്. അല്ലാതെ നമുക്കിപ്പം വർക്ക് അധികം ഇല്ലാത്ത സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നമ്മൾ കാരണം ആ സ്ഥാപനത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും എന്തായാലും ഒരു സാലറി ഹൈക്കിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല, ചോദിക്കാൻ എന്തായാലും നമുക്ക് പറ്റില്ല. അപ്പം പറ്റിയ സമയമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചോദിക്കാം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ തന്നെ ഈ സമയത്തിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു മേലുദ്യോഗസ്ഥനോടായിരിക്കും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സമയവും ഓക്കെ ആണോ എന്ന് നോക്കണം. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു സമയത്ത്, വളരെയധികം ടെൻസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചെന്നിട്ട് നമുക്ക് സാലറി ഹൈക്ക് വേണം എന്ന് പറഞ്ഞാൽ മിക്കവാറും ചീത്തയെ കിട്ടുള്ളൂ. അപ്പം സമയം കറക്റ്റ് ആണോ, നമ്മൾ ചെയ്ത കാര്യങ്ങൾ, നമ്മുടെ അച്ചീവ്മെൻറ്റ് ഓക്കെ ആണോ, അതേപോലെ തന്നെ നമ്മുടെ ബോസിൻ്റെയും സമയം ഓക്കെ ആണോ എന്നുള്ളത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നമുക്ക് ചോദിക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു പ്ലാൻ ഉണ്ടാവണം എന്നുള്ളതാണ്. എത്രയാണ് നമ്മൾ സാലറി ഹൈക്ക് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്? കാരണം അങ്ങനത്തെ ഒരു ഹൈക്ക് കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹം ഞെട്ടുവാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് ചോദിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പം തീർച്ചയായിട്ടും നമുക്ക് എത്ര വേണം എന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവണം ചോദിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ അത് എന്തിനാണ് ചോദിക്കുന്നതെന്നും കൂടെ വ്യക്തമായിട്ട് നമുക്കൊരു ധാരണ ഉണ്ടാവണം. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു, അതുകൊണ്ട് കമ്പനിക്ക് ഇത്രയും ലാഭമുണ്ടായി, ഇന്ന ഒരു ഗുണമുണ്ടായി എന്നത് നമുക്ക് കൃത്യമായിട്ട് ഒരു കണക്കായിട്ട് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും ഒരു പ്ലാൻ ഉണ്ടാവണം. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സാലറി ഹൈക്കിനെ കുറിച്ച് മാത്രമാണെങ്കിൽ തൽക്കാലം അതിനെക്കുറിച്ച് മാത്രം ഫോക്കസ് ചെയ്യാം, വേറെ ഒരു കാര്യത്തെക്കുറിച്ചും പറയാതിരിക്കുക. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു നേട്ടം നേടിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും, അതുകൊണ്ട് എനിക്ക് ഒരു സാലറി ഹൈക്കിൻ്റെ ആവശ്യമുണ്ട്, ഇത്രയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ വളരെ പൊളൈറ്റായിട്ട് തന്നെ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് സാലറി ഹൈക്ക് തന്നില്ലെങ്കിൽ അവർ ജോലി വിട്ടു പോകും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അതൊരു ത്രെട്ടനായിട്ടാണ് ആ കമ്പനിയിലുള്ള മേലുദ്യോഗസ്ഥർക്ക് തോന്നുന്നത്. അപ്പോൾ അവരുടെ മൂഡ് ശരിയല്ലെങ്കിൽ അവർ പറയും എന്നാൽ ശരി താൻ ഇട്ടിട്ട് പോയി കളം പറയും. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞ ഒരു ആർഗ്യുമെന്റിലേക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ പോകുന്നത്. വളരെ ലളിതമായിട്ട് ന്യായമായിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ചെയ്ത ജോലിക്ക് വേണ്ടിയിട്ടുള്ള